ലോകത്ത് വിവിധ രാജ്യങ്ങൾ ഇന്ത്യ നോട്ടമിട്ട ഭീകരർ ഒന്നൊന്നായി പട്ടാപ്പകൽ പോലും വെടിയേറ്റും ഇല്ലെങ്കിൽ വാഹനാപകടത്തിലുമൊക്കെ മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളൊരു ചോദ്യം വിവിധ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ വിഭാഗം പലപ്പോഴായി ചോദിക്കാറുണ്ടെങ്കിൽ ഇപ്പോഴിതാ വാഷിംഗ്ടൺ പോസ്റ്റ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. അവരുടെ റിപ്പോർട്ട് പറയുന്നത് റോയാണ് ഇതിൻ്റെ പിന്നിലെന്നും റോ ഒരു ഹിറ്റ് സ്ക്വാഡ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഈ ഹിറ്റ് സ്ക്വാഡാണ് ഇത്തരം അജ്ഞാത വധങ്ങൾ നടത്തുന്നതെന്നും ഇതിനവർ പറയുന്നത് ഈ ഖാലിസ്ഥാൻ്റെ ഭീകര നേതാവ് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചതും ഈ ഹിറ്റ് സ്ക്വാഡിൻ്റെ ഭാഗമായിരുന്നു. തലനാരിഴയ്ക്കാണ് പന്നു രക്ഷപ്പെട്ടത്. ഇതുകൊണ്ടും തീരുന്നില്ല. ഹിറ്റ് സ്ക്വാഡ് ഇപ്പോഴും പതുങ്ങിയിരിക്കുന്നു പല രാജ്യങ്ങളിലും. അവർ നോട്ടമിട്ടവരെ കൊല്ലുക തന്നെ ചെയ്യും. അതിനായി അവരൊരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ്. ഇന്ത്യ ഒരു വലിയ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്, അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാക്കും എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ വിദേശകാര്യ മന്ത്രാലയം തയ്യാറായിട്ടുമില്ല. അതായത് വിവിധ രാജ്യങ്ങൾ ഹിറ്റ് സ്ക്വാഡിനെ ഉപയോഗിക്കുന്നു. ഈ ഹിറ്റ് സ്ക്വാഡിലെ പലരും വിവിധ രാജ്യങ്ങളുള്ള വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളെ തന്നെയാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതെന്ന് വിശദമായി തന്നെയുള്ളൊരു വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ട് തന്നെയാണ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഇന്ത്യയുടെ ആദ്യ പ്രതികരണം ഇതാണ്: ബന്ധം മോശമാക്കരുത്, വഷളാക്കരുത്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത് വിവിധ രാജ്യങ്ങളിലെ ഇന്റലിജൻസ് മേധാവികളുമായി തങ്ങൾ ചർച്ച നടത്തി, അവരുടെ ഇൻ്റർവ്യൂ നടത്തി, അവരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇത് പറയുന്നത് എന്ന് പറയുന്നു. ഏതായാലും അജ്ഞാതന പിന്നിൽ റോയാണെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. റോ ലോകത്തെമ്പാടും ഹിറ്റ് സ്ക്വാഡുകളെ ഉണ്ടാക്കിയിട്ടുണ്ട് തങ്ങൾക്ക് നോട്ടമിട്ടിരിക്കുന്ന ഭീകരരെ കൊല്ലുവാനായിട്ടെന്ന്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.